ഹലോ ആമി. BTSന്റെ ആര്യരാങ് വേൾഡ് ടൂറിന്റെ ഭാഗമായി ചിലിയിൽ നടക്കാനിരുന്ന കൺസേർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ വലിയൊരു പ്രതിസന്ധി നടക്കുന്നതായി നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? ഈ പ്രതിസന്ധിയെ തുടർന്ന് ചിലിയിലെ BTS ആർമീസ് നടത്തിയ പോരാട്ടത്തെയും അതിലൂടെ അവർ നേടിയെടുത്ത വിജയത്തെയും കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ. അപ്പോൾ എന്തായിരിക്കും അവിടെ ശരിക്കും സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന 2026 ഒക്ടോബർ 14, 16, 17 തീയതികളിൽ ചിലിയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ സാന്റിയാഗോ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു BTS കൺസേർട്ട് നടക്കേണ്ടിയിരുന്നത്. 3 ദിവസത്തെ ഷോയ്ക്കായി ഏകദേശം 2 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയതുമാണ്. എന്നാൽ ആരാധകരെ ആകെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലെ ടർഫിന് കേടുപാടുകൾ വരുമെന്ന സാങ്കേതിക കാരണം പറഞ്ഞ് ചിലിയിലെ നാഷണൽ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു. കൺസേർട്ട് സ്റ്റേഡിയത്തിന് ഏകദേശം 600 ടൺ ഭാരമുണ്ടെന്നും അത് മാറ്റിക്കഴിഞ്ഞാൽ നവംബറിലെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് മുമ്പ് പുല്ല് വളർത്തിയെടുക്കാൻ സമയം തികയാതെ വരുമെന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. അതോടൊപ്പം തന്നെ അനുമതി കിട്ടുന്നതിന് മുമ്പ് ടിക്കറ്റ് വിറ്റതിന് അവിടുത്തെ കായിക മന്ത്രി പ്രൊമോട്ടർമാരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഇതും കേട്ട് ആർമീസ് വെറുതെ ഇരിക്കുന്നു തോന്നണുണ്ടോ? ഇതിപ്പോ വെറും ഒരു ഫാൻ ഗ്രൂപ്പിന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് അത്രയും പൈസ മുടക്കി ടിക്കറ്റ് എടുത്തവരുടെ കൺസ്യൂമർ റൈറ്റ്സിന് എതിരാണെന്നും പറഞ്ഞ് ആർമീസ് മുന്നോട്ട് വന്നു. ടിക്കറ്റിന്റെ റീഫണ്ട് വാങ്ങി പിന്മാറാൻ അവരൊട്ടും തയ്യാറായതുമില്ല. നാഷണൽ സ്റ്റേഡിയത്തിന് അനുമതി നിഷേധിച്ചതോടെ അതിനു പകരമായി അവിടുത്തെ ഒരു പ്രമുഖ ക്ലബ്ബായ കോളോ കോളോ അവരുടെ മോനുമെന്റൽ സ്റ്റേഡിയം വിട്ടുതരാനായി മുന്നോട്ട് വന്നിരുന്നു. പരിപാടി എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി പലരും ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനെ കുറിച്ച് ചിന്തിച്ചെങ്കിലും മോസ്റ്റ് ഓഫ് ദ ചിലി ആർമീസും ഇതിനെതിരായിരുന്നു. കാരണം നാഷണൽ സ്റ്റേഡിയത്തെ അപേക്ഷിച്ച് മോനുമെന്റൽ സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ലേഔട്ട് അനുസരിച്ച് ടിക്കറ്റ് എടുത്ത 10,000 ആളുകൾക്ക് ഷോ കാണാനുള്ള അവസരം പൂർണ്ണമായും നഷ്ടപ്പെടുമായിരുന്നു. മാത്രമല്ല, അവരുടെ ടിക്കറ്റ് പ്രൈസിന്റെ അതേ നിലവാരത്തിലുള്ള ഒരു 360 ഡിഗ്രി കൺസേർട്ട് എക്സ്പീരിയൻസ് തന്നെ കിട്ടണമെന്ന കാര്യത്തിൽ ആർമിക്ക് ഒരേ നിർബന്ധവുമായിരുന്നു. ഇവിടെയാണ് ചിലിയിലെ ആർമിയുടെ അസാധ്യമായ ഓർഗനൈസേഷൻ പവർ നമ്മൾ കാണുന്നത്. വെറുമൊരു ഫാൻ ഗ്രൂപ്പ് എന്നതിലപ്പുറം ചിലി ആർമിയുടെ ശക്തമായ ടീം വർക്കിലൂടെ വെറും 24 മണിക്കൂറിനുള്ളിൽ ചിലിയിലുടനീളം ഒരു വൻ പ്രതിഷേധത്തിന് അവർ ആഹ്വാനം ചെയ്തു. സോഷ്യൽ മീഡിയയിലെ ഹാഷ്ടാഗുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അവര് നേരിട്ട് തെരുവിലേക്കിറങ്ങി. BTSന്റെ സിഗ്നേച്ചർ കളറായ പർപ്പിൾ വസ്ത്രങ്ങളും പർപ്പിൾ ബലൂൺസും പ്ലക്കാർഡുകളുമായി ആർമീസ് ചിലിയുടെ ഔദ്യോഗിക ഭരണകേന്ദ്രമായ ലാമൊനേഡ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. സാന്റിയാഗോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രീറ്റായ അലമേഡ പൂർണ്ണമായും ഒരു പർപ്പിൾ കടലാക്കി മാറ്റാൻ ആ ഒത്തൊരുമയ്ക്ക് കഴിഞ്ഞു. ഡ്രോൺ ക്യാമറകളിൽ പകർത്തിയ ഈ പർപ്പിൾ വേവിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയും CNN ചിലെ പോലുള്ള നാഷണൽ മീഡിയാസ് ഇത് വലിയ ചർച്ചയാക്കുകയും ചെയ്തു. അതോടെ ഈ വിഷയം ചിലിയിലെ രാഷ്ട്രീയ തലത്തിൽ വരെ വലിയൊരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് കായിക മന്ത്രാലയത്തിന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തെയും അനാസ്ഥയെയും വരെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന ടിക്കറ്റുകൾ വിറ്റഴിക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ നേരത്തെ ഒരു മുന്നറിയിപ്പ് നൽകിയില്ല എന്നും ഇതൊരു കൺസ്യൂമർ വഞ്ചനയാണെന്നും അവർ തുറന്നടിച്ചു. ഇതേ സമയം തന്നെ സൗത്ത് കൊറിയൻ മീഡിയയും ഈ വൻ പ്രതിഷേധത്തെ കുറിച്ച് വാർത്തകൾ നൽകാൻ തുടങ്ങി. BTS എന്ന ഗ്രൂപ്പിന്റെ ആഗോള സ്വാധീനത്തെ കണ്ട് കൊറിയ തന്നെ അത്ഭുതപ്പെട്ടു. എന്താലേ, ഒരു BTSന്റെ ടൂർ വഴി ആ രാജ്യത്തിന് ലഭിക്കേണ്ട വലിയൊരു സാമ്പത്തിക നേട്ടത്തെ സ്റ്റേഡിയത്തിലെ വെറും പുല്ലിന്റെ പേരും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കുക. എന്തൊരു നാണക്കേടാണ്. ഓരോ മൊടന്ത് ന്യായങ്ങള്, അല്ലാണ്ട് എന്താ പറയാ. അങ്ങനെ ഒടുക്കം ജൂലൈ 5 ചിലിയിലെ കായിക മന്ത്രാലയം ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കി. അതായത് സ്റ്റേജിന്റെ വെയിറ്റ് ലോഡ് കൃത്യമായി വിതരണം ചെയ്യുന്ന സംവിധാനം, അതേപോലെ ടർഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ, അസംബ്ലിംഗ് രീതികൾ എന്നിവ നിലവിലെ നിയമങ്ങൾ പാലിക്കുന്നതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ കൺസേർട്ടിന് നാഷണൽ സ്റ്റേഡിയത്തിൽ തന്നെ അനുമതി നൽകുന്നത് പുനഃപരിശോധിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ ഒഫീഷ്യലായി അറിയിച്ചു. എന്നാൽ അന്തിമ കരാറിൽ പൂർണ്ണമായും ഒപ്പുവെക്കുന്നതുവരെ തങ്ങളുടെ ജാഗ്രത കൈവിടില്ലെന്ന് ആർമിയും വ്യക്തമാക്കുന്നുണ്ട്. ടീനേജുകാരുടെ വെറുമൊരു ഫാന്റസി എന്നൊക്കെ കരുതി അധികാരികൾ വളരെ നിസ്സാരമായി വില കുറച്ച് കണ്ടു നമ്മുടെ കമ്മ്യൂണിറ്റീനെ. എന്നാൽ ആർമീസ് എന്താ ചെയ്തേ? തങ്ങളുടെ ശക്തമായ അച്ചടക്കവും ഒത്തൊരുമയും കൊണ്ട് ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ പോലും തിരുത്തി എഴുതിച്ചു. ഈ സംഭവം ചരിത്രപരമായ ഒരു വിജയം തന്നെയാണ്. അപ്പോൾ ആർമിയുടെ ഈ കട്ട പവറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുതേ.